Good afternoon, all. Good afternoon, ma'am. എല്ലാവരും ഹോസ്പിറ്റൽ പ്ലാനിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒന്ന് റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ചാപ്റ്റർ റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? നോക്കിയിട്ടുണ്ടോ? റെസ്പോണ്ട് ചെയ്യാത്തെ റീഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാനിന്ന് വേറെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് റീഡ് ചെയ്തിട്ടില്ല, നാളെ എനിക്കും എന്റെ ക്ലാസ്സിൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ? അങ്ങനെയാണോ? അതൊക്കെ റെസ്പോണ്ട് ചെയ്യാത്തത് അങ്ങനെയാണ്. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് ഞാൻ പറഞ്ഞു തരാമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ലാസ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്റർവ്യൂവിനെ കുറിച്ചിട്ട് ഇന്റർവ്യൂവിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 1 മിനിറ്റ് കേട്ടോ. ഓക്കെ, അപ്പോ ഇന്റർവ്യൂവിന്റെ ടൈമിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാനിത് പറയാൻ പോകുന്നത്. ഇപ്പോ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മള് എന്ത് ചെയ്യുന്നത് എന്താണ് പ്രതീക്ഷിക്കുന്ന എന്താണ് ഒരു ഇന്റർവ്യൂ കോളും ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുക, എന്താണ് നിങ്ങളുടെ അടുത്തുള്ള ടാസ്കുകൾ അല്ലെ? എങ്ങനെയും നമ്മൾ പ്ലേസ്ഡ് ആവുക, നമ്മൾ റെഗുലർ ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ പ്ലേസ്ഡ് ആകുക എന്നാണ് നമ്മളുടെ ലക്ഷ്യം അല്ലേ? ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരു ജോലി നേടിയെടുക്കാന്നാണ് എല്ലാവരുടെ മനസ്സിലുള്ളത് ആണ്. അപ്പോ ആ ഒരു ടൈമിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോ പറയാനായിട്ട് പോകുന്നത്. ഡൂസ് ആണ്, ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ്, ഡു ഹോംവർക്ക്. ഡു ഹോംവർക്ക് എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളെ വീട്ടില് വന്നിട്ട് ചെയ്യുന്ന വർക്കില്ലേ, അതല്ല. നമ്മൾ വീട്ടില് ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ഹോസ്പിറ്റലിലാണ് ഇന്റർവ്യൂവിന് പോകാനായിട്ട് ആ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് നിങ്ങൾ തറോ ആയിട്ട് എന്ത് ചെയ്യണം, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. അതെന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, അതേപോലെ തന്നെ അതിന്റെ സക്സസ്, മൈൽ സ്റ്റോൺ, അവര് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ, അവര് ചാർജ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് എന്നതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ നല്ല ധാരണ ക്രിയേറ്റ് ചെയ്യണം. എസ്റ്റാബ്ലിഷ്മെന്റ് എന്നാണ്, സിഇഒന്റെ പേരെന്താണ്, അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ ഏതൊക്കെയാണ്, ഏതെല്ലാം ടൈപ്സ് ഓഫ് കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് ഗൂഗിളില് വിക്കിപീഡിയയിലൊക്കെ നല്ല രീതിയിൽ ഇൻഫർമേഷൻസ് ഉണ്ടാവും. അപ്പൊ അതെല്ലാം നല്ല രീതിയിൽ കളക്ട് ചെയ്ത് നമ്മളൊരു ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് ഏകദേശം നമ്മളൊരു സ്റ്റഡി നടത്താം. ഓക്കെ, ആ ഒരു സ്റ്റഡിനെയാണ് ഞാൻ പറഞ്ഞ ഹോംവർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഹോസ്പിറ്റലിലേക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയിംസ് അറിയില്ലേ, IMS അറിയാമോ? അമൃത ഹോസ്പിറ്റൽ അറിയോ? സോ നമുക്ക് നിമിക്കാണ് അവിടെ ഒരു ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നത്. അവിടെ ഇന്റർവ്യൂവിന് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് അറിയാമോ? അറിയില്ല അല്ലെ? അവരുടെ ഇമെയിൽ ID ഉണ്ട്. നമ്മള് അവരുടെ HR ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇമെയിൽ സെൻഡ് ചെയ്യണം. നമ്മുടെ ബയോഡാറ്റ സെൻഡ് ചെയ്യാം. അവരുടെ ഇമെയിൽ ID യിലേക്ക് നമ്മുടെ ബയോഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ
നമുക്കിപ്പോ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഒരു ജോബ് ഓഫർ വന്നു. സോ ആ ഏത് ഹോസ്പിറ്റൽ ആവട്ടെ, കമൽത്തെ ആവട്ടെ, ആസ്റ്റർ ആവട്ടെ, റിനീൽ ആവട്ടെ, ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റൽസ് പേരല്ല ഞാൻ ഈ പറയുന്നത്, ഏതും ആവട്ടെ, ആ ഹോസ്പിറ്റലിൽ നമുക്കൊരു ഇന്റർവ്യൂ കോൾ വന്നിട്ടുണ്ടെങ്കിൽ സോ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതാണ് ഒരു ചെറിയൊരു നോട്ട്ബുക്ക് എടുക്കുക. സാധാരണ ചെറിയൊരു നോട്ട്ബുക്ക്, അതിൽ ആ ഹോസ്പിറ്റലിന്റെ പേര് എഴുതാം, ഹോസ്പിറ്റലിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കളക്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക. അവിടെ എസ്റ്റാബ്ലിഷ്മെന്റ് അതെന്താണ് സ്റ്റാർട്ട് ചെയ്തത്, എത്ര വർഷമായി, സ്പീക്കർ ആരാണ്, മെയിൻ ആയിട്ടുള്ള സർവീസുകൾ എന്തെല്ലാമാണ്, അതെല്ലാം സെൻസസിലൂടെയാണ് നടത്തി പോകുന്നത്. ഇപ്പൊ ലാബിന്റെ ആൾക്കാരുണ്ടെങ്കിൽ അത് അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ നോട്ട് ചെയ്ത് പോകണം. ആ നമ്മളോട് നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് എന്താണ് അറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല കോൺഫിഡൻസോട് കൂടി പറയാനായിട്ട് പറ്റണം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലായല്ലോ. ഇനി ആരും ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ആ ഒരു സ്ഥാപനത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കാതെ പോകില്ലല്ലോ. പോകോ? എല്ലാവരും നോക്കി നന്നായിട്ട് ആ ഒരു ഏതൊരു സ്ഥാപനം ആവട്ടെ, ഇപ്പൊ ഹോസ്പിറ്റൽ തന്നെ ആവണമെന്നില്ല, ഏതൊരു ഇന്റർവ്യൂവിന് പോകുമ്പോഴും ആ ഒരു ഓർഗനൈസേഷനെ കുറിച്ചിട്ട് ക്രോസ് ചെക്ക് നിങ്ങൾ ചെയ്യണം. നല്ല രീതിയിൽ ഗൂഗിളിൽ നല്ല രീതിയിൽ സെർച്ച് ചെയ്ത് നോക്കി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ട് വേണം നമ്മൾ പോകുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ് എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഗനൈസേഷനെ കുറിച്ച് അറിയാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി റെസ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, ആ ഒരു പോയിന്റ് ക്ലിയർ ആണോ? Then, okay. Arrive early for the interview. എപ്പോഴും ഇന്റർവ്യൂവിന് നേരത്തെ അറൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നിങ്ങളുടെ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. 1:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1:30 മുമ്പ് വരുന്ന കുട്ടികളുണ്ട്. അവർ പഞ്ചായത്ത് കുറച്ച് കൂടുതലുള്ള കുട്ടികളാണ്, നല്ല കുട്ടികളാണ്. 1:30, 35 ഒക്കെ ആകുമ്പോൾ ജോയിൻ ചെയ്യുന്ന കുട്ടികളാണ് കുറച്ച് പേര്, ഇല്ലേ? ആരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. കുറച്ച് പേര് അങ്ങനെയൊക്കെയുണ്ട്. കുറച്ച് പഞ്ച്വാലിറ്റി കുറവാണ്. അപ്പൊ പറയും മിസ് ഇത് വന്നപ്പോ ഇതിൽ വെയിറ്റ് ആയല്ലോ എന്ന്. അങ്ങനെയല്ല കേട്ടോ. നമ്മൾ പഞ്ച്വൽ ആവാനായിട്ട് ഇന്റർവ്യൂവിനൊക്കെ സംബന്ധിച്ചിട്ട് ക്ലാസ്സിൽ ഒരു 5 minutes ലേറ്റ് ആയി വന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ ഇഷ്യൂസ് കാരണമൊക്കെ ആവാം, നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇന്റർവ്യൂവിന് നിങ്ങൾ പോകുമ്പോൾ എപ്പോഴും ഏർലി ഫോർ ആൻ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കണം. സപ്പോസ് നമുക്ക് 10 o'clock ഇന്റർവ്യൂ ഉണ്ട്, 9:30 അല്ലെങ്കിൽ 9:45 മുമ്പ് അവിടെ എത്താനായിട്ട് പറ്റുമോ എന്ന് നിങ്ങൾ ട്രൈ ചെയ്യണം. കാരണം നമുക്ക് അറിയാൻ പറ്റില്ല, കാരണം എന്തെങ്കിലും ട്രാഫിക് ജാമോ ബ്ലോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ലേറ്റ് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കെയർലെസ്നെസ് ആണ് അവിടെ പറയുന്നത്. അപ്പോൾ വിചാരിക്കും ഈ ഒരു വ്യക്തി കെയർലെസ് ആണ്, ഇന്റർവ്യൂവിനെ കുറിച്ച് ബോധമല്ല, അതുകൊണ്ടാണ് ലേറ്റ് ആയിട്ട് വന്നത് എന്ന് പറയും. അപ്പൊ ഒരിക്കലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ ലേറ്റ് ആവാനായിട്ട് പാടില്ല. എപ്പോഴും നേരത്തെ എത്താനായിട്ട് ശ്രമിക്കണം. ഓക്കെ, നമുക്കൊരു 1 hour ഉണ്ട് എത്താനെങ്കിൽ നമ്മളൊരു 1.5 hour മുമ്പെങ്കിലും എന്ത് ചെയ്യാം, വീട്ടിൽ നിന്ന് ഒരു 2 hour മുമ്പെങ്കിലും തിരിക്കാം, വീട്ടിൽ നിന്ന് പോവാം. നേരത്തെ എത്തിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ കുറച്ച് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ടൈം കിട്ടും, ഒന്ന് കാം ആവാം. വേണമെങ്കിൽ ഒരു കോഫിയോ ടീയോ കഴിച്ചിട്ട് നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ഒക്കെ കിട്ടും. ഓക്കെ, ഇനി ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നേരത്തെ എത്താൻ ശ്രമിക്കുമോ? Bring note along to calm nerves. ഞാൻ പറഞ്ഞില്ലേ, ഹോംവർക്ക് ചെയ്യണം, ഒരു സ്റ്റഡി നടത്തണം, കുറെ കാര്യങ്ങൾ നോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ആ നോട്ട് ബുക്ക് നമ്മൾ ഇന്റർവ്യൂവിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഒപ്പം ക്യാരി ചെയ്യാം. നോട്ട് ബുക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നോട്ട് പാഡൊക്കെ ഉണ്ടാവില്ലേ, ചെറിയ നോട്ടുകൾ, അല്ലെങ്കിൽ പേജ് ഒന്നും ഇല്ലാത്ത ചെറിയ നോട്ട് ബുക്കുകൾ, നോട്ട് പാഡുകൾ, നോട്ട് ചെയ്യുന്ന ചെറിയ ബുക്കുകൾ, ലൈറ്റ് വെയിറ്റിന്റെ ബുക്കുകൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ചെറുത്, വളരെ ചെറിയ തിന്നായിട്ടുള്ള ബുക്കുകൾ, അതാണ് ഞാൻ നോട്ട്ബുക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു നോട്ട്ബുക്ക് നിങ്ങൾ ക്യാരി ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ട്രാവൽ ഒക്കെ ചെയ്ത് അവിടെ എത്തുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത കാര്യം മറന്നു പോയിട്ടുണ്ടാവും. നോർമൽ ആണ്, മറന്നു പോയിട്ടുണ്ടാവും. സോ അതൊന്ന് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് ഈ നോട്ട്ബുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ നമ്മൾ നോട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു നോട്ട്ബുക്ക് നമ്മൾ ഇന്റർവ്യൂവിൽ പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകാനായിട്ട് എല്ലാം വിത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റിലേക്കൊപ്പം ഈ ഒരു നോട്ട്ബുക്കും കൂടി നമ്മൾ കൊണ്ടുപോകണം. ഇനി നോട്ട്ബുക്ക് കൊണ്ടുപോവുക, അതൊന്ന് റെഫർ ചെയ്ത് നോക്കുക.
ദെൻ നമ്മൾ ഹാൻഡ് ഷേക്ക് കൊടുക്കുമ്പോൾ ഒരു ഓഫർ എ ഫേം ഹാൻഡ് ഷേക്ക്, ജസ്റ്റ് ഇതിങ്ങനെ അങ്ങനെ ഹാൻഡ് ഷേക്ക് അല്ല, ജസ്റ്റ് നല്ലൊരു കൂളായിട്ട് ഹാൻഡ് ഷേക്ക് മതി. ഒരു പോസിറ്റീവ് വൈബ് നമ്മൾ ഫീൽ ചെയ്യും. നമ്മൾ നല്ലൊരു ഹാൻഡ് ഷേക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ഫീൽ ചെയ്യും. കുറച്ചുകൂടി നല്ല ഫീൽ നമുക്ക് തോന്നും. നമ്മൾ നല്ല രീതിയിൽ ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കും. ഓക്കെ, ഇനി ബി കോൺഫിഡന്റ് ആയിരിക്കണം. എല്ലാവരും നല്ല കോൺഫിഡന്റ് ആയിരിക്കണം. ഒരിക്കലും നമ്മളെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളേക്കാൾ അറിവുണ്ട് എനിക്ക് എന്നൊരു തോന്നൽ പാടില്ല. നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തിയേക്കാൾ എനിക്ക് നല്ല രീതിയിലുള്ള അറിവുണ്ട് എന്ന് നമ്മൾ തിങ്ക് ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കാം, പക്ഷെ നോട്ട് സുപ്പീരിയർ ആവാനായിട്ട് ട്രൈ ചെയ്യരുത്. ഓക്കെ, ക്ലിയർ ആണോ? എനിക്കെല്ലാം അറിയാം, ഞാൻ ഇന്ന കോഴ്സിൽ ചെയ്തിട്ടുണ്ട്, ഹോസ്പിറ്റലിനെ കുറിച്ച് ഏറ്റവും അറിയാം എന്നുള്ള തിങ്കിങ് ഒന്നും വേണ്ട. കാരണം നമ്മൾ ഇവിടെ തന്നിരിക്കുന്നത് തിയറിറ്റിക്കൽ നോളജ് മാത്രമാണ്. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ നോളജ് കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടി നല്ല രീതിയിൽ അറിയാനായിട്ട് സാധിക്കുള്ളൂ. തിയറിറ്റിക്കൽ നോളജ് ഓക്കെ, നിങ്ങൾ എക്സാം എഴുതി നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിയറിറ്റിക്കൽ നോളജ് സെറ്റ് ആണ്. പക്ഷെ നമ്മൾ എപ്പോഴാണ് പ്രാക്ടിക്കൽ നോളജ് കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ പ്രാക്ടിക്കൽ നോളജിലേക്ക് അടുക്കാൻ പറ്റൂ. സോ ഒരിക്കലും സുപ്പീരിയർ ആണ് അവിടെ നിന്നുള്ളൊരു തിങ്കിങ് വേണ്ട. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് സാധാരണ പണ്ടൊക്കെ സ്കൂളിലൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കില്ലേ? അപ്പൊ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ ആൻസർ ചാറ്റ് ചെയ്ത് പറയാറുണ്ടോ? ക്വസ്റ്റ്യൻ ചോദിച്ച് നിർത്തുമ്പോഴേക്കും അപ്പോഴേക്കും ആൻസർ പറയാറുണ്ടോ? ഇല്ലാന്നൊന്നും പറയില്ല കേട്ടോ. കാരണം ഞാനിപ്പോ റിവിഷൻ ചെയ്ത സമയത്ത് നിങ്ങള് നല്ല കുട്ടികളാണ്, അത് വേറെ കാര്യം. പെട്ടെന്ന് ആൻസർ ഞാൻ പറയുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ആൻസറുകൾ മിക്ക ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് അറിയാമായിരുന്നു അല്ലെ? അറിവാണെങ്കിൽ പറയും. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ അപ്പൊ തന്നെ പറയരുത്. അത് നമുക്ക് ക്ലാസ്സിലൊക്കെ പറയുന്നത് ഓക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇതാണ് വരാം, നിങ്ങൾക്ക് വേറെ ഇംപ്രഷനോ പ്രശ്നമോ. പക്ഷെ ഇന്റർവ്യൂവിന്റെ സമയത്ത് നമ്മൾ ചാടി കയറിയാണ് ആൻസർ പറയാനായിട്ട് പാടില്ല. ഇന്റർവ്യൂവിന് നമ്മളോട് ചോദിക്കുന്ന ഓരോ ചോദ്യവും നമ്മൾ ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കിയിട്ട് വേണം റെസ്പോണ്ട് ചെയ്യാൻ. ടേക്ക് ടൈം ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് നമ്മളുടേതായ ടൈം എടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആ ടൈം എടുത്തിട്ട് വേണം ആൻസർ പറയാൻ. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്, എന്താണ് ഒരു നോർമൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബട്ട് തിങ്ക് അബൌട്ട് യുവർ സബ്ജക്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ല സോറി, ബട്ട് തിങ്ക് അബൌട്ട് യുവർ സെൽഫ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഒന്നൊരു ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ആൻസർ പറഞ്ഞു തുടങ്ങാനായിട്ട് ശ്രമിക്കാം. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ആൻസർ പറഞ്ഞു തുടങ്ങാനായിട്ട് ശ്രമിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കൊരു നമ്മൾ ടേക്ക് ടൈം, ഇപ്പൊ ഏത് ക്വസ്റ്റ്യൻ ആയാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയാലും ടേക്ക് ടൈം. ആ ക്വസ്റ്റ്യൻ ചോദിച്ച് നിർത്തിയതിനു ശേഷം മാത്രം നമ്മൾ ആൻസർ പറഞ്ഞു തുടങ്ങാൻ ശ്രമിക്കാം. ക്ലിയർ അല്ലേ? ദെൻ നമ്മൾ പറയുന്ന സമയത്ത് നമ്മളുടെ സക്സസിനെ കുറിച്ചിട്ടൊക്കെ ഹൈലൈറ്റ് ചെയ്ത് പറയാം. Interview must highlight their set of successful tasks that display their success. നമ്മൾ ചെയ്യുന്ന രീതിയിൽ ഞാൻ പിന്നെ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു അല്ലെങ്കിൽ പി ജി കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അതിനുശേഷം ഞാൻ പി ജി ഡിപ്ലോമ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്തു. ഇതിന്റെ ഭാഗമായിട്ടൊരു 3 months എനിക്ക് ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട് ലഭിച്ചു. അതുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിന്റെ ആ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ തിയററ്റിക്കൽ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടും ഇപ്പൊ എനിക്ക് നല്ല രീതിയിൽ അറിയാം. സോ അതിന്റെ ഒരു വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടന്റ് സ്ട്രെങ്ത് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഹൈലൈറ്റ് യുവർ സക്സസ്. നമ്മളെ സക്സസ് എന്ത് ചെയ്യാം? ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, സ്പീക്ക് വിത്ത് എന്തോസം. സപ്പോസ് അദ്ദേഹം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അറിയില്ല, HR മാനേജർ നമ്മളോട് ചോദിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യനെ കുറിച്ചിട്ട് ഒരു ധാരണ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ചോദിച്ച ചോദ്യം എനിക്ക്
എനിക്ക് അതിനെക്കുറിച്ച് ആൻസർ അറിയില്ല എന്നാണ് എന്റെ മനസ്സിൽ തോന്നുന്നത് എന്നതാണ്. ഐ തിങ്ക് സോ ദാറ്റ് ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അവരോട് പറയാം. നമുക്ക് ആ ഒരു ക്വസ്റ്റിനെ കുറിച്ച് അറിയില്ലെങ്കിൽ അത് തുറന്ന് പറയാം. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റണമെന്നില്ല, നമ്മൾ പറയും അതല്ല എന്നുള്ളത് പൊളൈറ്റ് ആയിട്ട് പറയാം. അല്ല, നമുക്ക് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ അഭിപ്രായങ്ങളോ നമ്മുടെ ഒപ്പീനിയനോ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് ആ ഒരു രീതിയിൽ നമുക്ക് പറയാം. എന്റെ നോളജ്, എന്റെ അറിവിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കാവുന്ന. പിന്നെ നമുക്ക് നമ്മുടെ പൊസിഷനെ കുറിച്ച് നമുക്ക് ചോദിക്കാം. ആസ്ക് അബൌട്ട് ദ പൊസിഷൻ. നമ്മുടെ പൊസിഷനെ കുറിച്ച് ചോദിക്കാം. നമുക്ക് ആ ഇൻഫർമേഷൻസ് നമ്മൾ നേരത്തെ ഒരു നോട്ട്ബുക്ക് എടുത്തോളൂ പറഞ്ഞില്ലേ, ആ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യുന്നത് കുഴപ്പമില്ല കേട്ടോ. അപ്പോ നമുക്ക് ഇന്റർവ്യൂവിന്റെ സമയത്ത് ചെയ്യേണ്ട കുറച്ച് റൂൾസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്, ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇതെല്ലാം കാര്യങ്ങളാണ് ഇന്റർവ്യൂവിന്റെ ടൈമിൽ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഒരു സ്റ്റഡി നടത്തണം, ഹോസ്പിറ്റലിനെ കുറിച്ച് വ്യക്തമായ സ്റ്റഡി നടത്താനായിട്ട് ശ്രമിക്കണം. അതിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് ആ ഇൻഫർമേഷൻസ് ഡോട്ടിൽ റൈറ്റ് ചെയ്യാം. ഇന്റർവ്യൂവിന് പോകുമ്പോൾ നേരത്തെ ഇന്റർവ്യൂവിന്റെ ആ പ്ലേസിൽ നേരത്തെ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കണം. ഇന്റർവ്യൂ പിന്നെ നമ്മളെ ഞാൻ പറഞ്ഞ നോട്ട് പാഡ് നോട്ട് ബുക്ക് അത് കയ്യിൽ കരുതാനായിട്ട് ശ്രമിക്കണം. ഫസ്റ്റ് നല്ലൊരു ഹാൻഡ് ഷേക്ക് നമ്മൾ കൊടുക്കണം, വിഷ് ചെയ്യാം. നല്ല കോൺഫിഡന്റ് ആയിരിക്കണം. അദ്ദേഹത്തെക്കാൾ മാനേജറേക്കാൾ കൂടുതലാണെന്ന് നടത്തുന്നുണ്ട് എന്നൊരു ധാരണ വേണ്ട. നമ്മൾ മുകളിലാണെന്നുള്ള അല്ലെങ്കിൽ അത് പറഞ്ഞേക്കാം. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും അത് ശ്രദ്ധയോടെ കൂടെ കേട്ട് മനസ്സിലാക്കി റെസ്പോണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ സക്സസ് കാര്യങ്ങളും ഹൈലൈറ്റ് ചെയ്യാൻ നോക്കുക. നമ്മൾ എന്തെല്ലാം കോഴ്സസ് ആണ് ചെയ്തത് അവരെ ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്താം. സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും നമ്മളുടെ സക്സസ് കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്യാം. നമുക്ക് നല്ലൊരു കോൺഫിഡൻസോട് കൂടി സംസാരിക്കാം. പോസിറ്റീവ് ആയിട്ട് തന്നെ സംസാരിക്കാം. പിന്നെ എന്താണ് ക്വസ്റ്റ്യൻസ് നമ്മുടെ പൊസിഷനെ കുറിച്ചിട്ടും ജോബ് പൊസിഷനെ കുറിച്ചിട്ടും നമുക്ക് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളും ചോദിക്കാൻ പറ്റും. നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ആ നോട്ട് പാഡ് എന്ന് പറഞ്ഞില്ല, അപ്പൊ അതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലായോ? ഒരു ഏകദേശം ഒരു ധാരണ കിട്ടി നിൽക്കുകയാണ്. ഇപ്പൊ ഒരു ഇന്റർവ്യൂ കോൾ വരാണെങ്കിൽ ഇപ്പൊ ചിലപ്പോ ഈ കോഴ്സ് ചിലപ്പോൾ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് ഇന്റർവ്യൂവിന് അപ്ലൈ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഇന്റർവ്യൂ കോൾ നിങ്ങൾക്ക് വരാണെങ്കിൽ ഇതെല്ലാം ചെയ്തിട്ട് വേണം നമ്മൾ ഒരു ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാനായിട്ട്. ഇനി ഡോൺസ് ആണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഞാനിനി പറയുന്നത്. കാഷ്വൽ ആയിട്ട് ഡ്രസ് ചെയ്യാൻ പാടില്ല. ഒരു ഇന്റർവ്യൂവിന് നമ്മൾ പോകുമ്പോൾ ഒഫീഷ്യലി ഫോർമലി ഡ്രസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. കാഷ്വൽ ഡ്രസ്സിങ് നല്ലതല്ല. അപ്പൊ ഫോർമലി നമ്മൾ എന്ത് ചെയ്യാം, ഡ്രസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ലേഡീസിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഫോർമൽ ഡ്രസ് എന്ന് അവർക്ക് അറിയാൻ പറ്റും. സ്ത്രീകളെ സംബന്ധിച്ചോ അറിയോ ഫോർമൽ ഡ്രസ്സിങ് എങ്ങനെയാണ്? അവർക്കറിയില്ല അല്ലെ? ആർക്കറിയില്ല ഫോർമൽ ഡ്രസ്സിങ് എന്താന്നുള്ളത്? ഒരുപാട് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഒത്തിരി ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ്, ഭയങ്കര ബ്രൈറ്റ് അറിയില്ലേ, ഇപ്പൊ യെല്ലോ അതേപോലെ തന്നെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഡ്രസ് വരുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യാം. ഒരുപാട് എന്താ പറയാ ഹെവി വർക്കുള്ള ഡ്രസ്സുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യാം. നമുക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ വിയർ ചെയ്യാം. ഫോർമൽ ഡ്രസ്സുകൾ വിയർ ചെയ്യാം. ഇപ്പൊ നിങ്ങള് സാരിയാണ് വിയർ ചെയ്യുന്നതെങ്കിൽ അത്യാവശ്യം ഫോർമൽ ആയിട്ടുള്ള സാരീസ്, കോട്ടൺ സാരീസ് അത് വിയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു കോൺഫിഡൻസ്, ഫോർമൽ ഡ്രസ്സ് വിയർ ചെയ്യുന്ന ഒരു കോൺഫിഡൻസും കാര്യങ്ങളും നമുക്ക് ഫീൽ ചെയ്യും അല്ലെ? സാരിയിലും അതേപോലെ തന്നെ എന്താ പറയാ ലൈറ്റ് കളേഴ്സ് സെലക്ട് ചെയ്യാം. ഒത്തിരി വർക്കുള്ള ഹെവി വർക്കുള്ള ഡ്രസ്സ് വിയർ ചെയ്യാതിരിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഡ്രസ്സിങ് മനസ്സിലായില്ലേ? എന്താ മിസ് പറയണേ? ഞങ്ങളൊക്കെ ഫോർമൽ ഡ്രസ് ചെയ്യാനായിട്ട് അറിയാം.
എന്ന് പറയുന്ന കുട്ടികളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഹെവി ആയിട്ടുള്ള മേക്കപ്പുകൾ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ അല്ലേ? ഹെവി ആയിട്ടുള്ള മേക്കപ്സ് വേണ്ട, ഹെവി ആയിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യണ്ട. ഇതുപോലെ നമ്മൾ ഹെയർ ലൂസ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പ്രോപ്പർ ആണ് തോന്നുന്ന രീതിയിൽ നമ്മൾ ഹെയർ എന്ത് ചെയ്ത് വെക്കാം. പിന്നെ ഒരുപാട് ഡാർക്ക് നെയിൽ പോളിഷ്, അതേപോലെ നെയിൽസ് ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ളത്, ഹൈ ഹീൽസ് അങ്ങനെയൊന്നും വേണ്ട. അത്യാവശ്യം എല്ലാ കാര്യത്തിലും നമ്മൾ ഫോർമൽ ലുക്കിൽ വേണം അപ്പിയർ ആകാനായിട്ട്. ആ ഒരു ഇന്റർവ്യൂവിൽ പോകുമ്പോൾ അത്യാവശ്യം ഫോർമൽ ആയിട്ടുള്ള വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അപ്പിയർ ആവാനായിട്ട്, അവരുടെ മുമ്പിലേക്ക് പോവാനായിട്ട്. ഇനി സപ്പോസ് നമ്മൾ കാഷ്വലി ആണ് ഡ്രസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ആ ഒരു ജോബിനെ കുറിച്ച് അൺസീരിയസ് ആണ് എന്നായിരിക്കും അവര് ഫീൽ ചെയ്യുന്നത്. സീരിയസ് ആണെന്നുള്ള ഫീൽ ആയിരിക്കും അവരുടെ വരുന്നത്. സോ ഇന്റർവ്യൂ ഷുഡ് നോട്ട് ബി ഡ്രസ്ഡ് ഇൻ കാഷ്വൽ വേ. ആപ്ലിക്കേഷൻസ് ഒരിക്കലും കാഷ്വൽ വേയിൽ ഡ്രസ് ചെയ്യാനായിട്ട് പാടില്ല. സോ അൺസീരിയസ് അത് എന്തിനെ ഡെവലപ്പ് ചെയ്യുന്നു? അൺസീരിയസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദി ജോബ് പൊസിഷൻ. നമ്മൾ ആ ജോബ് പൊസിഷനെ കുറിച്ചിട്ട് അൺസീരിയസ് ആണ് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. സോ നമ്മൾ നല്ല രീതിയിൽ ഒരു കാഷ്വൽ അല്ല, ഒഫീഷ്യൽ ഫോർമൽ ഡ്രസ്സിങ്ങിൽ വേണം പോകാനായിട്ട്. എല്ലാ കാര്യത്തിലും ഫോർമലി നമ്മൾ ഡ്രസ്സിങ് വേണം. ഹെവി ഇയറിങ്സ് അങ്ങനെയൊന്നും പാടില്ല. ഹെവി ബാംഗിൾസ് വാച്ച് വെയർ ചെയ്യണം കേട്ടോ. ഞാൻ പറയാൻ പറഞ്ഞു, റൂൾസിൽ പറയേണ്ടതാണ്. ഒരു വാച്ച് നമ്മുടെ കയ്യിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിർബന്ധമായിട്ട് വേണം. ഓക്കെ, വാച്ച് വെയർ ചെയ്യുന്ന ഒരു കോൺഫിഡൻസ് ആണ്, നമ്മുടെ പങ്ക്ച്വാലിറ്റി, നമ്മുടെ ടൈമിന് വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ നമ്മുടെ ആ ഒരു അപ്പിയറൻസിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പറഞ്ഞത്. ഡ്രസ് ഓക്കെ, അപ്പോ നമ്മൾ ഫോർമൽ ആയിട്ട് വേണം ഡ്രസ് ചെയ്യാൻ. ഇനി നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തിയുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഇന്റർഫിയർ ചെയ്യാനായിട്ട് പാടില്ല. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്പേസിലേക്ക് ഇന്റർഫിയർ ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ ഇന്റർവ്യൂവിന് സംസാരിക്കാനൊക്കെ പാടില്ല. സപ്പോർട്ട് സ്റ്റാഫ്, നമുക്കറിയാം ആ ഒരു ചിലപ്പോൾ ഹോസ്പിറ്റലിലെ റിസപ്ഷനിസ്റ്റോ അല്ലെങ്കിൽ സെക്യൂരിറ്റി സ്റ്റാഫോ ക്ലീനിങ് സ്റ്റാഫോ ആരെയും നമ്മൾ മിസ്ട്രീറ്റ് ചെയ്യാനായിട്ട് പാടില്ല. എന്നുവെച്ചാൽ ആ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവരെല്ലാവരും ആ ഒരു ഹോസ്പിറ്റലിന്റെ എംപ്ലോയീസ് ആണ്. ഹോസ്പിറ്റലിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ എല്ലാവർക്കും ഒരേപോലുള്ള റൈറ്റ്സ് തന്നെയാണ്. അതെല്ലാവരും ഹോസ്പിറ്റലിന്റെ എംപ്ലോയീസ് ആണ്. നമ്മളും ആ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യേണ്ടതാണ്. സോ നമ്മൾക്ക് അവരെ റെസ്പെക്ട് ചെയ്യാണ് വേണ്ടത്. ആരെയും അവരുടെ ജോബിന്റെ രീതിയിൽ നമ്മൾ മിസ്ബിഹേവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മിസ്ട്രീറ്റ് ചെയ്യാൻ പാടില്ല. എല്ലാവരും ചെയ്യുന്ന വർക്കിനെ റെസ്പെക്ട് ചെയ്യുക, അവരെ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ നമ്മൾ ഒരിക്കലും ഇന്റർവ്യൂ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഒരു റോങ് റീസൺ കാരണം എന്ത് ചെയ്യാൻ പാടില്ല, എഴുന്നേറ്റ് പോകാനൊന്നും പാടില്ല. സ്റ്റാൻഡിങ് ഔട്ട് ഫോർ ദ റോങ് റീസൺ. സപ്പോസ് നമ്മൾ ഫോൺ ബെല്ലടിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇറങ്ങി പോകാനൊന്നും പാടില്ല. ഫോൺ റിംഗ് ചെയ്തു വിചാരിച്ചു ഇന്റർവ്യൂ ഹാളിൽ നിന്ന് പുറത്തേക്ക് അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ഇതൊരു കാര്യം ഒരിക്കലും ഫോൺ ഓൺ ആകാൻ പാടില്ല. ഓൺ ആക്കിയിടരുത്. ഓക്കെ, മൊബൈൽ ഫോൺ ഓൺ ആക്കിയിടരുത്. കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സൈലന്റ് ആക്കുക, അല്ലെങ്കിൽ എയറോപ്ലെയിൻ മോഡിലിടാം, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യാം. ഈ 3 കാര്യങ്ങൾ ചെയ്തിട്ട് വേണം, ഏതൊരു കാര്യം ചെയ്തിട്ട് വേണം നമ്മൾ ഇന്റർവ്യൂ ഹോളിലേക്ക് ക്യാബിനിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇന്റർവ്യൂ ചെയ്യുന്ന റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ ഫോൺ എന്താണ് ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ കയറാനായിട്ട് ശ്രദ്ധിക്കണം. അത് കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെല്ലാവരും ഭയങ്കര നിശബ്ദമായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഹോളില്. പെട്ടെന്നാണ് റിംഗ് അടിക്കുന്നത്. ആ ഒരു നല്ലൊരു ഫീൽ അവിടെ എന്തായി, ഡിസ്റ്റർബ് ആയില്ലേ? റിംഗ് ടോൺ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ റിംഗ് ടോൺ അല്ല, ഒരു അത്യാവശ്യം നല്ല അടിച്ചുകൊണ്ട് പാട്ടാണെങ്കിലോ ആ ഒരു അറ്റ്മോസ്ഫിയർ അപ്പോൾ ഒരു ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിട്ട് മാറും. നമ്മൾക്ക് അവരുടെ കോൺഫിഡൻസ് പോകും, ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ ഇൻട്രസ്റ്റ് കൂടും. പറയും. കാരണം എന്താണ്, ഈ ഒരു വ്യക്തി അത്ര ഇതല്ല, അത്ര സീരിയസ് അല്ല എന്നൊരു ഫീല് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? ഫോൺ ഓഫ് ആയിട്ട് വെക്കണം. ഒരു കാരണവശാലും റോങ് റീസൺ കാരണം നമ്മൾ ആ ഒരു ഇന്റർവ്യൂ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് പാടില്ല. നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും അല്ലെ, ഇന്റർവ്യൂവർ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ സമയത്ത് ഒരുപാട് പേഴ്സണലി ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടതാണ്.
എന്റെ എക്സ്പീരിയൻസ് എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. കാരണം നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഒരുപാട് നമ്മൾ അവരോട് പറയേണ്ടതായിട്ട് കാര്യങ്ങളില്ല. ഇനി എന്ന് വെച്ചാൽ തലകിക്കാൻ പാടില്ല. നമ്മൾ അവരോട് തട്ടിക്കയറാനോ അല്ലെങ്കിൽ അവരോട് വാഗ്വാദത്തിനോ ഒന്നും നിൽക്കാനായിട്ട് പാടില്ല. ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ സ്ട്രെസ് ആക്കുന്ന രീതിയിൽ അവർ സംസാരിക്കാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ട്രെസ് ആകുന്ന രീതിയിൽ ഇയാളെന്ന് നിങ്ങളോട് സംസാരിക്കാറുണ്ട്. സോ അങ്ങനെ ഒരിക്കലും അവരോട് തിരിച്ച് അതേ രീതിയിൽ പെരുമാറാൻ പാടില്ല. കാരണം നമ്മൾ ആ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മൾ സ്ട്രെസ് മാനേജ് ചെയ്യുന്നത് എന്നാണ് അവർ നോക്കുന്നത്. സോ മാക്സിമം നമ്മൾ കലപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ തട്ടിക്കയറാനോ ഒന്നും പാടില്ല. കാമായിട്ട് സംസാരിക്കാം, നല്ല പൊളൈറ്റ് ആയിട്ട് സംസാരിക്കാം. അത് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണെങ്കിലും ആ ഒരു ഇന്റർവ്യൂ കഴിയുന്ന വരെ നമ്മളത് കൂളായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം. ഓക്കെ 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 അല്ലേ? ഇനി കള്ളം പറയാൻ പാടില്ല. ചിലപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടോ നമ്മളുടെ കോഴ്സുകളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ടോ ജോബ് ഹിസ്റ്ററിനെ കുറിച്ചിട്ടോ ഒന്നും നമ്മൾ കള്ളം പറയാൻ പാടില്ല. കാരണം ഓൾറെഡി നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം അവർ റെഫർ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എപ്പോഴും ട്രൂ ആയിരിക്കണം. ട്രൂ ആണെങ്കിൽ മാത്രമേ അവർ അത് ചെയ്യുള്ളൂ. അവർക്ക് എപ്പോൾ വേണമെങ്കിലും റെഫറൻസ് ചെക്ക് ചെയ്യാൻ പറ്റും, ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഡീറ്റെയിൽസ് കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മാക്സിമം നമ്മൾ മിസ്റ്റേക്കും വരുത്താത്ത രീതിയിൽ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും ആപ്ലിക്കേഷൻ ഫോമിൽ പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ഇതിൽ കള്ളം പറയാനായിട്ട് പാടില്ല. Then bad mouthing a former employer. Former employer കുറിച്ചിട്ട് മോശമായിട്ട് സംസാരിക്കാൻ പാടില്ല. ചിലപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ ഇന്റർവ്യൂവിനാണ് സെക്കൻഡ് ഇന്റർവ്യൂവിനാണ് പോകുന്നതെങ്കിൽ അവർ കോമൺ ആയിട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് നേരത്തെ ഉണ്ടായ ജോബ് എന്ത് ചെയ്തത് ക്വിറ്റ് ചെയ്യാനുണ്ടായ സാധിച്ചിട്ട്. അപ്പൊ നിങ്ങൾ എന്ത് പറയണം? അവിടെ നമുക്ക് സാലറി കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ എംപ്ലോയർ കറക്റ്റ് അല്ലായിരുന്നു, അതുകൊണ്ടാണ് നിർത്തിയിരുന്നത്. അങ്ങനെയൊന്നും പറയരുത്. നമ്മള് ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് എന്റെ ടാലന്റും ഇൻട്രസ്റ്റിനനുസരിച്ചിട്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു ജോബ് എടുക്കുന്നതും അപ്ലൈ ചെയ്യാനായിട്ട് ഇടയായിരുന്നു. ഒരിക്കലും ബാഡ് ആയിട്ടുള്ള കാര്യം നമ്മളെ ഫോർമർ എംപ്ലോയറിനെ കുറിച്ചിട്ട് നമ്മൾ ബാഡ് ആയിട്ടൊന്നും ഇന്റർവ്യൂ ചെയ്യുന്ന ആളോട് പറയണ്ട. അപ്പൊ അയാൾ എന്താ വിചാരിക്കാം, നാളെ നീ ഇവിടുന്ന് ജോലിയിൽ പോയി കഴിഞ്ഞാൽ നീ ഇതേപോലെ എന്റെ കുറ്റം വേറൊരാളുടെ പറയൂല, നിനക്ക് എന്തായാലും ജോലി തന്നെയാന്ന് വിചാരിക്കും. അങ്ങനെയല്ല, നമ്മൾ ഒരിക്കലും ബാഡ് മൗത്തിങ് ഫോർമൽ എംപ്ലോയി ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ അവരെ കുറിച്ചിട്ട് ബാഡ് മൗത്ത് വേറൊരാള് ആളുടെ പരിചയം പോലും ഉണ്ടാവില്ല, അയാളോട് നമ്മൾ പറയണ്ട. ഇവിടെ എത്ര പ്രശ്നം ഉണ്ടെങ്കിലും ആ ഒരു എംപ്ലോയറിനോട് നമുക്ക് അത്രയും ദേഷ്യം ഉണ്ടെങ്കിൽ പോലും നമ്മളോടൊന്നും പറയണ്ട, കൂളായിട്ട് എന്ത് ചെയ്യാം, ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഡൂസും ഡോൺസും ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, ആപ്ലിക്കേഷൻ ഫോംസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് CV കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാം. നമ്മൾ CV എന്നാണ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുകയെ. നമ്മൾ നിങ്ങളുടെ CV കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ബെസ്റ്റ് ഫീലിംഗ് തോന്നണം. റിക്രൂട്ടർക്ക് നിങ്ങളെ റിക്രൂട്ട് ചെയ്യാനായിട്ട് ഒരു നല്ല ഫീലിംഗ് തോന്നുക ഫസ്റ്റ് ആ ഒരു CV കാണുമ്പോൾ തന്നെയാണ്. അപ്പോൾ CV-യില് എന്താണ് ഏറ്റവും നല്ലൊരു CV നോക്കി പ്രിപ്പയർ ചെയ്യുക. ഒരു ഫോർമാറ്റ് ഒക്കെ നോക്കിയിട്ടുള്ള CV പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് നല്ല രീതിയിൽ ജോലിയൊക്കെ സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ, സോളിഡിക്സ് ഒരു 3:20 ആവുമ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്തു കേട്ടോ. എന്തോ പൈ പറയണം, അതുകൊണ്ട് 3:20 ആവുമ്പോൾ സോളിഡിക്സ് ജോയിൻ ചെയ്യും കേട്ടോ. ഓക്കെ, ആ ടൈമിൽ നിങ്ങൾ ലീവ് ആകരുത്, എന്തൊക്കെയോ പറയാനുണ്ട്. സോ നമ്മളുടെ ക്ലാസ് മൈൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നാളത്തെ ക്ലാസ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിവിഷൻസ് കംപ്ലീറ്റ് ആവും ഹോസ്പിറ്റൽ പ്ലാനിങ്ങിന്റെ.
റിവിഷൻസ് കംപ്ലീറ്റ് ആവും. ഓഡിറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, റിവൈസ് ചെയ്തൊരു ചാപ്റ്റർ ആയിരുന്നു. ആ പോർഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ട്. അപ്പൊ ഹോസ്പിറ്റൽ പ്ലാനിംഗ് കൂടി റിവിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെയും പോർഷൻസ് കംപ്ലീറ്റ് ആയി. ഇനി എല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ഇപ്പോ ഓരോ ചാപ്റ്റേഴ്സും നല്ല രീതിയിൽ ചെയ്യുക. മോക്ക് ടെസ്റ്റുകൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്പർ ഓഫ് മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ അതൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുക. ദെൻ ടൈം എല്ലാവർക്കും അറിയാം ഓൺലൈൻ എക്സാമിനെ കുറിച്ചിട്ടൊക്കെ. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം നല്ല ധാരണയുണ്ട്. ഡിപ്ലോമ കഴിഞ്ഞ കുട്ടികളാണ്, അതിനെ കുറിച്ച് ഡൗട്ട്സ് ഒന്നും ഉണ്ടാവില്ല. ഇന്റേൺഷിപ്പിന് പോകണം. നിങ്ങളെല്ലാവരും മാക്സിമം ഇന്റേൺഷിപ്പിന് കയറാൻ പറ്റുമെന്ന് നോക്കണം. എക്സാം കൂടി കഴിഞ്ഞിട്ട് മാക്സിമം ആദ്യം തന്നെ നമ്മൾ ഇന്റേൺഷിപ്പ് നോക്കാം. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്ലേസ്മെന്റ് ഈസി ആയിരിക്കും ഇവിടെ. നമ്മുടെ എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ നമുക്ക് പ്ലേസ്മെന്റ് കിട്ടാനും സാലറി പാക്കേജ് കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. അപ്പൊ നമുക്ക് ഇന്റേൺഷിപ്പ് വേണ്ടി നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ 3 months ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ടി നോക്കുമ്പോൾ ആ ഒരു 3 year എക്സ്പീരിയൻസ്, 3 months എക്സ്പീരിയൻസ് നമ്മുടെ ഉണ്ടാവും. സോ നമുക്ക് അത്യാവശ്യം സാലറീഡ് ആയിട്ട് ഒരു നല്ല ജോലികളിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റും. ഇനി സപ്പോസ് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കാണുകയാണെങ്കിൽ ചിലപ്പോ എനിക്ക് മനസ്സിലാവില്ല നിങ്ങളെ, അപ്പൊ വന്ന് സംസാരിക്കുകയൊക്കെ വേണം. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ ലാസ്റ്റ് കുറച്ച് ടൈം നമുക്ക് എല്ലാവർക്കും ഒന്ന് ക്യാമറയൊക്കെ ഒന്ന് ഓൺ ചെയ്ത് സംസാരിക്കാം. കാരണം ഇല്ലെങ്കിൽ കോൺവെക്കേഷൻ ഒക്കെ വരുന്ന സമയത്ത് ആ മിസ്സേ ഞാൻ ഇന്ന കുട്ടിയാന്ന് പറയുമ്പോൾ എനിക്ക് ഒരു പരിചയം തോന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഒന്ന് ക്യാമറയൊക്കെ ഒന്ന് ഓൺ ചെയ്ത് സംസാരിക്കാം കേട്ടോ. ഓക്കെ, അതെ, ഈ ചാപ്റ്ററുകളിൽ ഏതെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടോ? ഇതിന്റെ പോർഷൻസ് ഡിപ്ലോമ പോലെയല്ല, കുറച്ചൊക്കെ ചാപ്റ്റേഴ്സിൽ ആയിട്ടുള്ളതാണ്. അപ്പൊ അതൊന്ന് നന്നായിട്ട് റീഡ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. ഹോസ്പിറ്റൽ പ്ലാനിങ് എന്ന് പറയുന്ന ചാപ്റ്റർ എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്കി. എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്കി. ഞാനിപ്പോ റീഡ് ചെയ്യാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇന്ന് റീഡിങ്ങിൽ ഉണ്ടാവില്ല. നാളെ വരുമ്പോഴും പറയേണ്ടതുണ്ട്, ആ മിസ്സേ ഞാൻ നാളെ റീഡ് ചെയ്തില്ല, വിട്ടുപോയി. ഒന്ന് റീഡ് ചെയ്ത് തുടങ്ങി. ഞാൻ കുറച്ച് ദിവസത്തെ ചോദിക്കുള്ളൂ ഇന്ന്. ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കും. അത് ഇൻട്രൊഡക്ഷൻ സെഷൻ ഫുൾ ആയിട്ടൊന്ന് റീഡ് ചെയ്യട്ടോ. ഇവിടെ വരാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈഡിങ് ഈ മെഡിക്കൽ ടെക്നോളജി ആൻഡ് പ്ലാനിങ് വരെ ഒന്ന് റീഡ് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻസ് കുറച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം.
റീഡിട്ട് നോക്കിയോ എല്ലാവരും ഇത്രയും പോർഷൻ? കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാണ്. നോക്കാം. Hospital service in India are heavily based in favor of which population? സർവീസ് ഇന്ത്യയിലെ ഏതൊരു പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണ് കൂടുതലായിട്ടുള്ളത്? ജസ്റ്റ് തിങ്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എവിടെയാണ് കൂടുതലായിട്ട് ഹോസ്പിറ്റൽ കാണുന്നത്. ഓപ്ഷൻ എ റൂറൽ, ഓപ്ഷൻ ബി ട്രൈബൽ, ഓപ്ഷൻ സി അർബൻ, ഓപ്ഷൻ ഡി കോസ്റ്റൽ. ഏത് ഏരിയയിലാണ് കൂടുതലായിട്ടുള്ളത്? അർബൻ ഏരിയ അല്ലെ. നെക്സ്റ്റ് ആണ്, what is a major reason for current state of affairs in Indian medical care system? What is a major reason for current state of affairs in Indian medical care system? Okay, first one, option an absence of realistic national health policy. Option B, too many hospitals in rural area. Option C, overfunding of the health sector. Option D, a surplus of hospital beds in nationwide. ഏതാണ് മേജർ റീസൺ ആയിട്ട് നമ്മൾ കാണുന്നത്? ഏതാണ് മേജർ റീസൺ ആയിട്ട് കാണുന്നേ? ഏതാണ് മേജർ റീസൺ ആയിട്ട് കാണുന്നേ? ഞാൻ പറഞ്ഞത് what is the major reason for the current state of affairs in Indian medical care system? മേജർ ആയിട്ട് നമ്മൾ കാണുന്ന റീസൺ ഏതാണ്? ഏതാണ് റീസൺ ഇതില്? an absence of realistic national health policy ആണോ, അല്ലെങ്കിൽ too many hospitals in rural area ആണോ, overfunding of healthcare sector ആണോ? ഓപ്ഷൻ എ ആണ്. ഓക്കെ, സോളിഡ്സ് വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ലീവ് ആവില്ലേ കേട്ടോ? ഇപ്പൊ സംസാരിക്കുന്നുണ്ട്. ലീവ് ആവല്ലേ, 1 മിനിറ്റ്. Good afternoon, ma'am. കിട്ടുന്ന കാര്യം ഒരു ഡൗട്ട് ഉണ്ട്. നിങ്ങൾക്ക് എക്സാം ഡേറ്റ് ഒക്കെ തന്നല്ലേ? അപ്പോ നമുക്കൊന്ന് ചെറുതായിട്ട് നമ്മളിപ്പോ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് വരെയാണ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തത് അല്ലെ. ലാസ്റ്റ് ചാപ്റ്റർ ഒന്നും റിവൈസ് ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല. സോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകാം. മതിയുള്ള നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെ, ബിഹേവിയർ ബുദ്ധിമുട്ടേറിയ ചാപ്റ്റർ ആണെങ്കിലും നിങ്ങൾ ഒരുപാട് ഡീപ്പായിട്ടൊന്നും പഠിക്കാനായിട്ട് ശ്രമിക്കേണ്ട. വളരെ എന്താ പറയാ, അതിൽ പറയുന്ന ജസ്റ്റ് എന്താണ് മെയിൻ ചെയ്യുന്നതെന്നുള്ളതൊന്നും പഠിച്ചു പോയാൽ മതി. വലിയ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അതിൽ നിന്ന് ചോദിച്ചു കാണാറില്ല. സോ നിങ്ങൾ വളരെ എന്താ പറയുന്നത്, വളരെ ഇതായിട്ട് ഫ്രീ ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അത് വായിക്കുമ്പോൾ ഇത് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നൊക്കെ ഒരു ബുദ്ധിമുട്ട്, പേടി, അതൊന്നും നിങ്ങൾ വെച്ച് പുലർത്തണ്ട. ജസ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിച്ചാൽ മതി. അതിൽ എന്താണ് പ്രധാനമായിട്ട് നമുക്കറിയാം, അതിന്റെ ആ ഒരു ഹൈറാർക്കിക്ക് അനുസരിച്ചിട്ടുള്ള കുറെ ബിഹേവിയറൽ ആയിട്ടുള്ള കുറെ പാറ്റേൺസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്.
ജസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. ഡെവിയേഷനൊക്കെ ജസ്റ്റ് ഡെഫിനേഷൻസ് ഒക്കെ ഒന്ന് നോക്കി പോകാനായിട്ട് ശ്രമിക്കാം. അവിടെ ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് ഒക്കെ എന്താണെന്ന് അതിന് അപ്പുറം ഡീപ്പായിട്ട് നിങ്ങൾ പഠിച്ചു പോവാതെ ജസ്റ്റ് എല്ലാം എന്താണ് മീറ്റ് ചെയ്യുന്നതിനുള്ള കാര്യം ജസ്റ്റ് നോക്കി പോവാം. തുടങ്ങിയോ എല്ലാവരും? ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചിപ്പോ കാണാറുള്ളത്. അതിൽ പ്രധാനമായിട്ടൊക്കെ ചോദിച്ചു കാണാറുള്ള എലമെന്റ്സ് ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്തൊക്കെയാണ്, ഏതൊക്കെ എലമെന്റ്സ് ആണ് അല്ലെ? പൊതുവെ നമുക്കറിയാം പീപ്പിൾ എൻവയോൺമെന്റ് സ്ട്രക്ചർ ഒക്കെ ഇതിനെ ഡിപെൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അതേമാതിരി തന്നെ സ്ട്രക്ചർ ആണെങ്കിൽ ജസ്റ്റ് അതിന്റെ ആ ഒരു ഐഡന്റിഫിക്കേഷൻ കൂടുതലായിട്ട് ശ്രദ്ധിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അതിനപ്പുറം ഡീപ്പായിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ചകഞ്ഞുള്ള ചോദ്യങ്ങളൊന്നും ശ്രദ്ധിക്കാതിരിക്കില്ലേ, ശ്രദ്ധിക്കുക. അതേമാതിരി തന്നെ ഈ സയന്റിഫിക് അപ്രോച്ച് ഒക്കെ ആരാണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്, അങ്ങനെ അല്ലെ? അതിനപ്പുറം ഒരുപാട് ഡീപ്പായിട്ട് പഠിക്കാതെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തന്നെ പോകാൻ ശ്രമിക്കാം. എന്ന് നമുക്കറിയാം ഈ ഒരു മധ്യഭാഗത്തൊക്കെ ഇച്ചിരി കൺഫ്യൂഷനാണ് അല്ലെ? അത് കുറച്ച് കൂടുതലായിട്ടുള്ള ഭാഗങ്ങൾ, ബുദ്ധിമുട്ടേറിയ ഭാഗങ്ങളൊക്കെയാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് വിദ്യാച്ചാൽ മതി. കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകാൻ ശ്രമിക്കുക. അപ്രോച്ചസ് ആണെങ്കിലും നമുക്കറിയാം വിവിധ അപ്രോച്ചസ് ഉണ്ട്. റിസോഴ്സ് അപ്രോച്ചസ് ഉണ്ട്, കണ്ടിജൻസി അപ്രോച്ച് ഉണ്ട്, പ്രൊഡക്ടിവിറ്റി അപ്രോച്ച് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഹ്യൂമൻ റിസോഴ്സ് അപ്രോച്ച് ഒക്കെ ആണെങ്കിൽ അത് കൂടുതലായിട്ടും എന്തിനെയാണ് അല്ലെ, എന്ത് കാര്യമാണ് അതിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്, അതൊക്കെ ഉണ്ടാകാൻ കൊടുത്ത് പോകാനായിട്ട് കൊടുത്തിട്ട് അപ്പൊ അതിന്റെ അല്ലെ നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോരുകയാണ്. അപ്പൊ അതില് ഓരോ കാര്യങ്ങൾ ഡീപ്പായിട്ട് നിങ്ങൾ നോക്കാം. ഹ്യൂമൻ റിസോഴ്സ് അപ്രോച്ച് ഒക്കെയാണ്, കണ്ടിജൻസി അപ്രോച്ചുകൾ, അതേപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി അപ്രോച്ച്, സിസ്റ്റം അപ്രോച്ച്, അങ്ങനെ ഓരോന്നും. അപ്പൊ ജസ്റ്റ് നമ്മൾ അപ്രോച്ചിന്റെ ഡെഫിനേഷൻ അല്ലെ, ഡിഫൈൻ ചെയ്യുന്നത് എന്താണെന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാനായിട്ട്. ഓക്കെ, ഞാൻ അതിനപ്പുറം നമുക്ക് ഡീപ്പായിട്ട് അതിലേക്ക് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് ഇപ്പൊ ഇതിലെ മോഡൽസുകളൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ ഒരുപാട് എന്താ പറയാ ഡീപ്പായിട്ട് നോക്കാതെ ജസ്റ്റ് അത് എന്തുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്യുന്നതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. ഇൻഡിവിജ്വൽ ബിഹേവിയർ, ഫൗണ്ടേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയർ അല്ലെ, അവിടെ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് ഓരോ ബിഹേവിയറിന്റെ കപ്പാസിറ്റി അല്ലെ, അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്നുണ്ട്. അതായത് നേച്ചർ ഓഫ് ഇൻഡിവിജ്വൽസിന്റെ ഡിഫറൻസ് അനുസരിച്ചിട്ടുള്ള വേരിയേഷൻസ് അല്ലെ, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഡിഫറൻസസുകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഫിസിക്കൽ ഡിഫറൻസസുകൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക. ഓക്കെ, നമ്മൾ എന്താ പറയാ അതില് ക്വസ്റ്റ്യൻസോ അല്ലെ ഒരു ഷോർട്ട് ആൻസേഴ്സ് ഒന്നും ഇല്ലാത്ത കാരണം ജസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും അല്ലെ. അതിൽ പ്രധാനമായിട്ടും എന്തൊക്കെ സ്റ്റേജസ് ആണെന്നത് പറയുന്നത്. പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ഇൻ ഓർഗനൈസേഷൻ, പൊതുവെ ചോദിച്ചു കാണാറുള്ളത് പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ഓർഗനൈസേഷനിലൊക്കെ ആണെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് ബൈഹാർട്ടൊന്നും പഠിക്കാൻ പറ്റില്ല. പക്ഷെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്നുള്ളത് ആ ഹെഡിങ്സ് ഒക്കെ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതേമാതിരി തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടോളറൻസ് ഓഫ് കമ്മ്യൂണിറ്റി, സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് കൺസെപ്റ്റ്, എന്താണ് ഓതറൈസേഷൻ അല്ലെ, എവിടെയൊക്കെ എന്താണ് അതിന്റെ ഉള്ളിലേക്ക് ലയിച്ച് പഠിക്കാതെ തന്നെ ഹെഡിങ്സ് വെച്ചുകൊണ്ട് മനസ്സിലാക്കി പോകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ഡീപ്പായിട്ടും ഓർഗനൈസേഷൻ ബിഹേവിയറിൽ ഈ പറഞ്ഞ ബിഹേവിയറിലായിട്ടുള്ള ചേഞ്ചസിൽ നിന്ന് ബേസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ല വരുന്നത്. പൊതുവെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാണെങ്കിൽ മോട്ടിവേഷൻ, സാറ്റിസ്ഫാക്ഷൻ, എന്താണ് ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ്, ഇൻവോൾവ്മെന്റ്, ഓക്കെ, അതൊക്കെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെ. ഓർഗനൈസേഷനെ സംബന്ധിച്ച് നമുക്കറിയാം, എംപ്ലോയീസിനെ സംബന്ധിച്ചൊക്കെ അവിടെ അവർക്ക് ആവശ്യം അവരെ കുറച്ചും കൂടി മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ നന്നായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുറെ കാര്യങ്ങളാണ് അവിടെ എടുത്ത് പറയുന്നത്. സോ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പരിശ്രമിക്കാനായിട്ട് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോ നമ്മുടെ ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ്, ഇൻവോൾവ്മെന്റ് എന്താണെന്നൊക്കെ ഉള്ളത്, ലേണിംഗ് എന്താണ്, മൂവ്മെന്റ് എന്താണ്, മോട്ടിവേഷൻ എന്താണെന്നൊക്കെ സ്പെസിഫിക് ആയിട്ട് ഓരോന്നിനും ഓരോരുത്തരും ഡിഫൈൻ ചെയ്ത് വരുന്നുണ്ട്.
അല്ലേ? വായിച്ചു നോക്കിയിട്ടുണ്ടോ? വേറെ ഡെഫിനിഷൻസ് തരുന്നില്ലേ? ഇല്ലേ? അപ്പൊ ആ ഡെഫിനിഷൻസിനെ ബേസ് ചെയ്തിട്ട് നോക്കാം. അപ്പൊ എന്താണ് ലേണിംഗ്, എന്താണ് അങ്ങനെ ഞാൻ എടുത്തപ്പോഴും ക്ലാസ് എടുത്തപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ അതിലെ ഒരുപാട് ഡിസ്ക്രൈബ് ചെയ്ത് പഠിച്ചു പോകാതെ ഇരിക്കാൻ ശ്രമിക്കുക. അതിൽ ജസ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. റെയിൻഫോഴ്സ്മെന്റ് എന്നൊക്കെ പറയുന്നത് ഒരു കീ എലമെന്റ് ആണ് നമ്മളത് എടുത്ത് പറയുന്നുണ്ട്. സോ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. ലേണിംഗ് തിയറീസ് അല്ലെ, അവിടെ ലേണിംഗ് എന്താണെന്നുള്ളത് ജസ്റ്റ് നമുക്കറിയാം. ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് നെഗറ്റീവ് റെയിൻഫോഴ്സ്മെന്റ്, എന്താ ഡിസ്റ്റിങ്ഷൻ അല്ലെ, എല്ലാത്തിനും എന്താണ് ബേസ് ചെയ്യുന്നതൊക്കെയുള്ള കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതൊന്നും ഒരുപാട് ഡീപ്പായിട്ട് എന്താ പറയാ ഒരുപാട് സമയം ഇതിനു വേണ്ടി ഓർഗനൈസേഷൻ ബിഹേവിയറിന് വേണ്ടിയിട്ട് മാക്സിമം കാര്യങ്ങൾ ഉദ്ദേശിച്ച് ചെയ്യാതെ ജസ്റ്റ് എന്താണ് ആ ഒരു തിങ്സ് അല്ലെ, ആ ഒരു ചാപ്റ്ററിൽ എന്തിനാണ് പ്രാധാന്യം കൊടുത്തിട്ട് ഓരോ ഹെഡിങ്സ് പറഞ്ഞിരിക്കുന്നതിനെ കൊണ്ട് കൂടുതലായിട്ട് മനസ്സിലാക്കി പോകാനായിട്ട് ശ്രമിക്കാം. പെർസെപ്ഷൻ ആണെങ്കിലും നമുക്കറിയാം, പെർസെപ്ഷനിലെ പലതരത്തിലുള്ള അല്ലെ, സെലക്ടീവ് പെർസെപ്ഷൻ ഒക്കെ ഉണ്ട്, സ്റ്റീരിയോ ടൈപ്പിംഗ് ഉണ്ട്. അതൊക്കെ എന്താണെന്നത് ജസ്റ്റ് അതിനോടൊപ്പം തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലെ. സെലക്ടീവ് പെർസെപ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഓഫ് ഫിൽറ്ററിംഗ് ഔട്ട് ഇൻഫോർമേഷൻ ദാറ്റ് മേക്സ് അൺകംഫർട്ടബിൾ കോൺടാക്ട്സ് വിത്ത് അതർ ബിലീഫ്സ്. നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് ഫിൽറ്റർ ചെയ്തിരുന്നത് അങ്ങനെ ഓരോ പോയിന്റ്സിനും ജസ്റ്റ് എന്താണ് പ്രാധാന്യം കൊടുത്തേക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ് അല്ലെ, ലേബലിംഗ് പീപ്പിൾ ഓൺ ദ ബേസിസ് ഓഫ് എ സിംഗിൾ ആട്രിബ്യൂട്ട്. ആ ഒരു പ്രത്യേകമായിട്ട് തന്നെ അത് എന്താണ് മീൻ ചെയ്യുന്നത് മനസ്സിലാക്കി തന്നെ നോക്കുക. മോട്ടിവേഷൻ എന്താണെന്നുള്ളത് പറയുന്നത് ഡെഫിനിഷൻസ്, അതേപോലെ തന്നെ സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിലും അല്ലെ, എല്ലാത്തിനും നമുക്കറിയാം കുറച്ച് ഡെഫിനിഷൻസ് തരുന്നുണ്ട്. സോ അപ്പൊ ആ എന്താണെന്നുള്ള തിങ് അല്ലെ, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരുപാട് ബിഹേവിയറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ ഓരോ ബിഹേവിയറൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ, അതെന്താണ് മീൻ ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് മോട്ടിവേഷനിൽ തന്നെ പല കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമുക്ക് എന്തായാലും പ്രത്യേകിച്ച് കവർ ചെയ്ത് തീരാനായിട്ടുള്ള സമയമൊന്നുമില്ല. ജസ്റ്റ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ സ്പീഡിൽ തന്നെ ഹാൻഡിൽ ചെയ്ത് പോവുകയാണ്. നാഷണൽ ഹെറാർക്കി നേഴ്സുകൾ അത് അതിന്റെ ആ ഒരു പിരിമേഡ് ജസ്റ്റ് മനസ്സിലോർത്തിരിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ അതേപോലെ തന്നെ ന്യൂമറിക്കൽസിൽ നമുക്കറിയാം പലതരത്തിലുള്ള തിയറീസുകളുണ്ട്. പോസിറ്റീവ് തിയറീസിലൊക്കെ പ്രധാനമായിട്ട് നമുക്കറിയാം ചില ഫാക്ടേഴ്സിനൊക്കെ ഇൻഫ്ലുവൻസ് കൊടുക്കുന്നുണ്ട് അല്ലെ, സെൽഫ് എഫിഷ്യൻസിക്കൊക്കെ ഇൻഫ്ലുവൻസ് കൊടുക്കുന്നുണ്ട്. സോ അത്തരത്തില് നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കാം. ഓരോ തിയറി അല്ലെ, ഗോൾ ആക്സെപ്റ്റൻസ് എന്താണ്, ഗോൾ സെറ്റിംഗ് പ്രാക്ടീസ് എന്താണ് പറയുന്നത്. അപ്പൊ ജസ്റ്റ് അത് മൈൻഡിലേക്ക് ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. ജാപ്പനീസ് അപ്രോച്ച് ഓഫ് മോട്ടിവേഷൻ, ഇന്റഗ്രേഷൻ ഓഫ് മോട്ടിവേഷൻ തിയറി, അങ്ങനെ പലതരത്തിലുള്ള തിയറീസ് നമുക്ക് ജസ്റ്റ് പറയുന്നുണ്ട്. അതിൽ മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ട് പോസിറ്റീവ് തിയറീസ് ഒക്കെ കുറച്ചുകൂടി ഡീപ്പായിട്ട് തന്നെ നോക്കാനായിട്ട് ശ്രമിക്കാം. അതേപോലെ തന്നെ ലാസ്റ്റ് ടോപ്പിക് ഒക്കെ ആണെങ്കിൽ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് ഒക്കെയാണ്. അങ്ങനെ ചെറിയ ചെറിയ അബ്രിവേഷൻസ് ഒക്കെ തന്നിട്ടുണ്ട് അല്ലെ, നമ്മുടെ എന്താണ് QW അല്ല അല്ലെ, ഇവിടെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് കാര്യങ്ങളാണ് അവിടെ എടുത്ത് പറയുന്നത്. QW എല്ലാം കേട്ടോ, നിങ്ങളുടെ കുട്ടികളും അങ്ങനെ തന്നെയാണോ? അവിടെ ഒരു വലിയൊരു അപര്യാപ്തത കാണുന്നുണ്ട്. പ്രോഗ്രാം ഫോർ QWL. QW എന്താണ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. അപ്പൊ അബ്രിവേഷൻസ് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നോക്കി പോവാം അല്ലെ. പലതരത്തിലുള്ള അബ്രിവേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പൊതുവെ എക്സാമ്പിള് നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ അബ്രിവേഷൻസ് ഒക്കെ ഒന്ന് കാണാറുണ്ട്. സോ അബ്രിവേഷൻസ് ഒക്കെ ഫസ്റ്റ് ആയിട്ട് നോക്കി പോകാനായിട്ട് തന്നെ ശ്രമിക്കാം. ഓക്കെ, അപ്പോ ലാസ്റ്റ് ടോപ്പിക് ഒക്കെ ആണെങ്കിൽ എബിലിറ്റി, സ്കിൽസ്, കോമ്പിറ്റൻസ് ആണ്. അപ്പൊ അതിലൊക്കെ ആണെങ്കിലും ജസ്റ്റ് എന്താണ് അല്ലെ, അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇത് ഇച്ചിരി കൂടി നമ്മൾ എന്താ പറയാ കുറച്ചും കൂടി ഡീപ്പായിട്ട് തന്നെയാണ് ഡിസ്കസ് ചെയ്ത് പോയത്. അപ്പൊ അതനുസരിച്ചിട്ട് തന്നെ ഓർഗനൈസേഷൻ ബിഹേവിയർ വലിയൊരു ചാപ്റ്റർ ആണ്. അയ്യോ അല്ലെ, നമുക്കൊരു പേടി അങ്ങനെയുള്ള ഒരു രീതിയിൽ ഓർഗനൈസേഷൻ ചാപ്റ്റർ എടുക്കാതെ തന്നെ എന്തോ കാര്യങ്ങളെന്ന് ജസ്റ്റ് ഒന്ന് ഗ്രഹിച്ചു പോകാൻ ശ്രമിക്കുക. അപ്പൊ അതനുസരിച്ചിട്ട് അല്ലെ ഓരോ ബിഹേവിയറും നമുക്കറിയാം ഓരോന്നും എന്താണ് മീറ്റ് ചെയ്യുന്നതെന്നുള്ളതെങ്കിലും ആ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയുന്നുണ്ട്. സോ അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കാണാറുള്ളത്. ഡീപ്പായിട്ട് അതിനുള്ളിൽ നിങ്ങളെ എന്താ പറയുക ഒരുപാട് കൺഫ്യൂഷൻ ആക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കാണാറില്ല. സോ
അതുകൊണ്ട് ആ രീതിയിൽ തന്നെ പോകാനായിട്ട് ശ്രമിക്കാം. ദെൻ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തു പോയത് അല്ലേ? മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തത്? അതില് എങ്ങനെയാ നിങ്ങൾ അത്യാവശ്യം പഠിച്ചു വന്നോ? നെക്സ്റ്റ് ഡേയില് പഠിച്ചു വരണം എന്നൊക്കെ പറഞ്ഞു. ഈ ഡേയില് കയറാമെന്നൊക്കെ ആയിരുന്നു അല്ലേ? അതുകൊണ്ട് പഠിച്ചിട്ട് തന്നെയാണോ വന്നത്? ആരെങ്കിലും പഠിച്ചു നോക്കിയായിരുന്നോ? പഠിച്ചിട്ടുണ്ടായിരുന്നോ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ്? പഠിച്ചിട്ടൊക്കെയാണ് വന്നത്. ഗുഡ്. അപ്പൊ നമുക്ക് അതുകൊണ്ട് അങ്ങനെയൊക്കെ പഠിച്ചു വന്നാലുള്ള പ്രത്യേകത നമുക്കറിയാം. അധികം പിന്നെ അല്ലെ ഒരുപാട് നമുക്ക് ആ ടൈമിൽ പരീക്ഷ എക്സാം ടൈമിൽ ഒരുപാട് അറിയാനാകേണ്ട ആവശ്യമില്ല. സോ അത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോയേക്കാം. മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇതും ഇച്ചിരി ടഫ് ഒക്കെ തന്നെയാണ്. കാരണം ഈ ചാപ്റ്റർ മനസ്സിലാക്കാനായിട്ടൊരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റിവൈസ് ചെയ്തപ്പോൾ തന്നെ അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. പക്ഷെ സിമ്പിൾ ആയിട്ട് തന്നെയാണ്. നിങ്ങൾ ബുദ്ധിമുട്ടേറിയ ചാപ്റ്റർ ആണല്ലോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ ആയിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. നമുക്കറിയാം 24 hours വർക്കിംഗ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് നമുക്കറിയാം എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നടപ്പാക്കി പോകണം. കാരണം എന്തുകൊണ്ട് അവിടെ ലൈഫ് സേവിങ് അല്ലെ? ലൈഫ് സേവിങ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സിലൊക്കെ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ ജീവൻ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതകൾ കൊണ്ട് അതിന് കുറച്ചും കൂടി പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ കൈകാര്യം ചെയ്ത് പോകണം. അതുകൊണ്ടാണ് ക്രിട്ടിക്കൽ നീഡ് ഓഫ് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് മെയിൻ്റെനൻസ് അത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം അവിടെ ജീവൻ രക്ഷാമാർഗങ്ങളാണ് അവിടെ പൊതുവെ കൈകാര്യം ചെയ്തു പോകുന്നത്. സോ എന്തെങ്കിലും രീതിയിലുള്ള മെയിൻ്റെനൻസ് അല്ലെ? അവിടെ എന്തെങ്കിലും ബ്ലോക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവരുടെ ജീവന് ഭീഷണിയാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം അതുമായി നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രിഡിക്റ്റീവ് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അതനുസരിച്ചിട്ട് നേരത്തെ കൂട്ടി മെസ്സേജുകളൊക്കെ കൈകാര്യം ചെയ്യാൻ ഇത് തരാനായിട്ടുള്ള സിസ്റ്റംസ് ഒക്കെയാണ് ഫോളോ ചെയ്ത് പോകുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം ഡിജിറ്റലൈസ് ഇൻവെന്ററി മാനേജ്മെന്റ് ട്രാക്കിംഗ് ഫെസിലിറ്റീസ് ഒക്കെ അവിടെയുണ്ട്. അതനുസരിച്ചിട്ട് നമുക്കറിയാം CMS അല്ലെ? അവിടെ കമ്പ്യൂട്ടറൈസ്ഡ് നമുക്കറിയാം അതിന്റെ അബ്രിവേഷൻസ് ഒക്കെ ചെറിയ അബ്രിവേഷൻസ് ഒക്കെ ആണെങ്കിൽ ഫസ്റ്റായിട്ട് അത് നോക്കി പോകാനായിട്ട് ശ്രമിക്കാം. അതേപോലെ തന്നെ നമുക്കറിയാം ഇതിന്റെയൊക്കെ അല്ലെ ഇവിടെ എല്ലാം അബ്രിവേഷൻസ് എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കി പോകട്ടോ. ചെറിയ രീതിയിലാണെങ്കിലും MRO ഇൻവെന്ററി സപ്ലൈ മാനേജ്മെന്റ് അല്ലെ അവിടെയൊക്കെ ആണെങ്കിലും നമുക്കറിയാം അവിടെ റിപ്പയറിംഗ് കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്ത് പോകുന്നതാണ് അല്ലെ? മെയിൻറ്റെയിനിങ് MRO ഇൻവെന്ററി സ്റ്റോക്ക് ബാലൻസ് നെഗോഷിയേറ്റിംഗ് ഐറ്റം പ്രൈസ് അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ അങ്ങനെ ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കി പോകാനായിട്ട് ശ്രമിക്കാം. റിക്രൂട്ട്മെന്റ് ട്രെയിൻ സ്കിൽഡ് മെയിൻ്റെനൻസ് ടീം തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല രീതിയിലുള്ള സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സണെയാണ് അവിടെ കൈകാര്യം ചെയ്യേണ്ടത്. അതല്ല എങ്കിലും നമുക്കറിയാം എഫക്റ്റീവ് ആയിട്ടുള്ള മെയിൻ്റെനൻസ് കാര്യങ്ങൾ നടപ്പാക്കാനായിട്ട് പറ്റാതെ വരുന്നു. അതിൽ 6 ഫാക്ടീസുകളാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ നമുക്കറിയാം നല്ല ഫ്ലോർ പ്ലാനുകളൊക്കെ നല്ല കറക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് കൈകാര്യം ചെയ്ത് പോകേണ്ടത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാതെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. നമുക്കറിയാം പലതരത്തിലുള്ള റിപ്പയർസിനൊക്കെ ആവശ്യമാണ്. തീർച്ചയായിട്ടും കമ്പേഴ്സിനെയും അതേമാതിരി തന്നെ അല്ലെ അവിടെ HVAC അതുമായി ബന്ധപ്പെട്ടുള്ള ടെക്നീഷ്യൻസ് മരുന്നൊക്കെയാണ് ഫസ്റ്റായിട്ട് ഹോസ്പിറ്റലിന് ആവശ്യമായിട്ട് വരുന്നത് അല്ലെ? അതേപോലെ തന്നെ ബാർകോഡ് എക്യുപ്മെന്റ്സ് സെറ്റ്സ് ഇതെല്ലാം നമുക്കറിയാം ഒരു നല്ല രീതിയിൽ തന്നെ ഇത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോ നമ്മള് കഴിഞ്ഞ ദിവസം ഇതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. ഓക്കെ, എന്തെങ്കിലും വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഡൗട്ടായിട്ട് തോന്നിയോ ഏതെങ്കിലും ഭാഗത്തൊക്കെ? വായിച്ചു ഇവിടെ ഹോസ്പിറ്റൽ മെയിൻ്റെനൻസ് സ്റ്റാഫുകളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ഫസ്റ്റായിട്ട് പഠിച്ചു പോവാ. ഫെസിലിറ്റി മാനേജേഴ്സിന്റെ ഡ്യൂട്ടി എന്താണ്, മെയിൻ്റെനൻസ് സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടി എന്താണെന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പൊ അതൊക്കെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് മൈൻഡിൽ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അല്ലെ? ഫസ്റ്റ് ടോപ്പിക്കാണ് ഇച്ചിരി ബുദ്ധിമുട്ട്. സോ അതൊക്കെ നോക്കാം. അബ്രിവേഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഫസ്റ്റായിട്ട് മനസ്സിലാക്കി പോവാം. ജയിലർ സ്റ്റാഫ് അല്ലെ അവിടെ ക്ലീനിങ് സെഷനിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അവര് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചാണ് റിവൈസ് ചെയ്തതെങ്കിലും നിങ്ങൾ ഓൾമോസ്റ്റ് നന്നായിട്ട് തന്നെ എക്സാം എഴുതാനായിട്ട് ശ്രമിക്കാം. ഓക്കെയാണോ?
ബാക്കി എല്ലാ ടീച്ചേഴ്സിന്റെ വീക്ഷണൊക്കെ കിട്ടിക്കണം അല്ലെ കൂടുതലായിട്ട്. ഒക്കെയാണ്. സോ നന്നായിട്ട് തന്നെ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാം. തീർച്ചയായിട്ടും എക്സാം ഒക്കെ കഴിഞ്ഞു ഓർത്തുകൊണ്ട് വെറുതെ ഒന്നും ഇരിക്കരുത്. എന്തെങ്കിലും ഡ്യൂട്ടിയിലേക്കൊക്കെ ഏർപ്പെടുക. എന്തായാലും നമുക്കൊരു പോസിറ്റീവ് എനർജിയോട് കൂടിയിട്ട് ഏത് ജോലിയാണെങ്കിലും അത് സ്മാർട്ടായിട്ട് തന്നെ കൈകാര്യം ചെയ്യുക. അത് ജോലിയാണെങ്കിലും സ്റ്റാർട്ടിങ്ങിലായിട്ടായിരിക്കും നമുക്ക് അവിടെ പൊരുത്തപ്പെടാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അതിനുശേഷം നമ്മൾ ഓക്കെ അല്ലെ ഏതൊരു ഡ്യൂട്ടി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ സ്മാർട്ടായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാം. അപ്പം തന്നെ എന്തെങ്കിലും ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെയാണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടൈമില് അല്ലെ നമുക്ക് എപ്പോഴെങ്കിലും കാണാം. സർട്ടിഫിക്കറ്റിന്റെ അല്ലെ അത് മേടിക്കുന്ന ടൈമിലെങ്കിലും കാണാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ ദ ബെസ്റ്റ്.